ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ച് ബസ്സൊക്കെ തടഞ്ഞ് ആൾക്കാരെ ഇറക്കി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലിഫ്റ്റ് അടിച്ച് നല്ല ശീലമുള്ളതുകൊണ്ട് എനിക്കതൊരു വിഷയവും അറിഞ്ഞില്ല. ഈ ലിഫ്റ്റ് അടിച്ച ചേട്ടൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വന്നതായിരുന്നു. സോ എനിക്ക് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാനും പറ്റും. ആൻഡ് ഗസ് വാട്ട്, ആ ചേട്ടൻ ഒരു എക്സ്ട്രാ ഹെൽമെറ്റ് വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും കൂടി ഇന്ന് മന്തി കഴിക്കുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിന് വേണ്ടിയാണല്ലോ ഞാനിന്ന് വന്നത് തന്നെ. ഞങ്ങളെല്ലാവരും കൂടെ അറേബ്യൻ പാലസ് കുറച്ച് നേരത്തേക്ക് ചെറുതായിട്ടൊന്ന് ഐസാറ്റ് ക്യാൻറ്റീനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ മന്തിയൊക്കെ കഴിച്ചു, ബില്ലൊക്കെ കിട്ടി, കണ്ടു ബോധിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ചെറുതായിട്ട് മറക്കണ്ടായിരുന്നു. വേറെ ഒന്നല്ല, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ആലുവ, അങ്കമാലി, പുത്തൻവേലിക്കൽ, ആലുവ, ആ ഒരു റൂട്ട് ബസ്സുകളൊക്കെ ആയിരുന്നു ഇല്ലാതിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിക്കൊക്കെ പോണ ഓരോ KSRTC ബസ്സിൻ്റെ അവസ്ഥയും ഇതൊക്കെയായിരുന്നു. ഇതിനകത്തൊരു ഒരു ഡോർമ തൂങ്ങി നിൽക്കാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ കയറിയുന്നേനെ. ഇത് ബസ്സിൻ്റെ മുകളിൽ കയറിയിരിക്കേണ്ടി വരും. ഇത് എങ്ങനെ വീട്ടിൽ പോകാനാ ഞാൻ? എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ ബസ്. ബട്ട് ഇതിനകത്ത് ഞാൻ എവിടാന്ന് വെച്ചാൽ കയറാം. ലൈക്ക് എനിക്കൊന്ന് ഒറ്റക്കാലിലെങ്കിലും നിൽക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറിയാനായിരുന്നു. എന്നിട്ട് പിന്നെ കിട്ടിയ ബസ്സിലൊക്കെ കയറി ഡോറുമൊക്കെ തൂങ്ങി സ്റ്റെപ്പിലൊക്കെ നിന്ന് എങ്ങനെയൊക്കെയോ ഒക്കെ വീട്ടിലെത്തി.